ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, എൻ്റെ വോയിസിന് നല്ല എക്കോയും ബാസും ഒക്കെ കാണും. അതെനിക്ക് ഭയങ്കര കോൾഡായിരുന്നു. ഇപ്പോൾ സൗണ്ട് തിരിച്ച് കിട്ടുന്നേ ഉള്ളൂ. കുറച്ച് ദിവസമായിട്ട് സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാപ്പിക്കുരു കൊണ്ട് നല്ല അടിപൊളി ഒരു ഇയർ റിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, റെസിനും കൊണ്ട്. ഞാൻ ഇന്ന് എൻ്റെ ഈ ത്രൂ ഔട്ട് വീഡിയോയിൽ കാണിച്ചു തരാൻ പോവുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഈ റെസിൻ ആർട്ട് അല്ലെങ്കിൽ റെസിൻ ജ്വല്ലറി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ നമ്മളൊരു ആർട്ടിസ്റ്റ് ആവണമെന്നില്ല. നമുക്കൊരു പാഷൻ, പിന്നെ നമ്മുടെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് ഒരു മോൾഡിലാണേ. അപ്പം ഈ മോൾഡ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ആവശ്യമുള്ള ഗ്ലിറ്റേഴ്സ് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചേക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന മോൾഡ് ഇതാണ്, ഈ തേർഡ് കാണുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് വലുതായതും കൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഇതിനകത്ത് ഇടുമ്പോൾ കണ്ടു, അത് എനിക്ക് ബാക്കി ഉള്ള ആ ഒരു മോൾഡിൻ്റെ ഏരിയ കൂടുതലായിട്ട് തോന്നിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റേ മോൾഡ് എടുത്ത്. പിന്നെ ഈ ഒരു മോൾഡ് ചെയ്യാത്തതിൻ്റെ കാരണം, ഈ ഒരു മോൾഡ് ഭയങ്കര ചെറുതാണ്, തിക്നെസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന സബ്സ്റ്റൻസ് എന്തുവാണോ അത് നിങ്ങൾ ഇടാൻ പോകുന്ന മോൾഡിനകത്ത് കൊള്ളുമോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് തള്ളി നിൽക്കും. പിന്നെ ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഭംഗി അങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാൻ ഇതിലെടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ആദ്യമേ കുറച്ച് റെസിൻ ഒഴിച്ചു, എന്നിട്ട് 2 കാപ്പിക്കുരു ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് സൈഡിൽ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു. ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ മോളിൽ ഗ്ലിറ്റേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പിക്കുരു ആക്ച്വലി ഒന്ന് സ്റ്റേ ആവും, ഒന്ന് ഫിക്സ് ആവും. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബബിൾസ്, ചെറിയ ചെറിയ ബബിൾസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ള ടൂത്ത് പിക്കോ, പിന്നെ ഇങ്ങനെ കുറച്ചുകൂടെ നീളത്തിലുള്ള ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഈ ടൂൾസൊക്കെ, റെസിൻ ആർട്ടിൻ്റെ സപ്ലൈസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും. അത് വെച്ച് പൊട്ടിക്കാൻ പറ്റുന്നോ നോക്കുക. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് മറ്റേ പിക്കർ കാണുമല്ലോ, പിക്കർ വെച്ച് നമ്മൾ കുറച്ച് വലിയ ബബിൾസ് ആണെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തള്ളി പുറത്തോട്ട് കളഞ്ഞാൽ മതി. തള്ളി പുറത്തോട്ട് എടുത്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് പുറത്തോട്ട് പറ്റുന്നത് നമ്മൾ ഒരു ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്യുക. ടിഷ്യൂ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ അവിടെ ടിഷ്യൂവിലുള്ള പൊടി അതിൽ പറ്റും. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഗ്ലിറ്റേഴ്സ് എനിക്ക് വേണമെന്ന് തോന്നിയോണ്ട് മുകളിലോട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ഇട്ട് കൊടുക്കും. കാരണം നമ്മൾ നേരത്തെ ഇട്ട ഗ്ലിറ്റേഴ്സ് കുറച്ച് താഴെയായി പോവും നമ്മൾ ഔട്ട്കം കാണുമ്പോഴേ. അപ്പം മുകളിലോട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സ് വേണമെന്ന് തോന്നുന്നവർക്ക് മുകളിലോട്ട് നിങ്ങൾക്ക് ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ച് ഗ്ലിറ്റേഴ്സ് ഞാൻ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും ഞാൻ UV ലാമ്പ് വെച്ചാണ് ഡ്രൈ ചെയ്യുന്നത്. ഞാൻ ഈ UV ലാമ്പ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്യുന്ന റെസിൻ UV റെസിനാണ്. നമുക്ക് മറ്റേ എപ്പോക്സി റെസിൻ വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കിത് ക്വിക്ക് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ UV റെസിൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ UV ലാമ്പ് വെച്ച് ഡ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ റെസിൻ യൂസ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ നിങ്ങളത് എപ്പോൾ മറ്റേ റെസിൻ യൂസ് ചെയ്താലും ഗ്ലൗസ് ഇടുക, മാസ്ക് ഇടുക. പിന്നെ അതുപോലെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. എല്ലാ ബ്രാൻഡ്സിലും അതിൻ്റെ റേഷ്യോ പറയും എങ്ങനെയാണ് അത് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ് UV റെസിൻ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. സോ നോക്കുക, നിങ്ങൾക്ക് ഏത് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പീസ്. അപ്പം സൈഡ്സൊക്കെ ഒട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും നമ്മൾ ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒട്ടിയാലും ഒട്ടിയില്ലെങ്കിലും സൈഡ്സും ബാക്കും ഒക്കെ, ബാക്ക് സൈഡും ഒക്കെ ഒന്നും കൂടെ ലാമ്പ് വെച്ച് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ 2 പീസ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്കം. അപ്പം എനിക്ക് എപ്പോഴും ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഭംഗി അങ്ങ് പോവും. ഗ്രൈൻഡ് ചെയ്ത് വേണേൽ ഒന്നും കൂടെ റെസിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവും. ബട്ട് അതിൻ്റെ ശരിക്കുള്ള ഭംഗി അങ്ങ് പോവും. സോ അപ്പോൾ ഞാനിത്
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ റെസ്പോണ്ട് ചെയ്ത് പറയാമേ. ബായ്.